നമസ്കാരം, ഞാൻ വിഷ്ണു പി ജി, ട്രിവാൻഡ്രത്ത് കിളിമാനൂർ RRB ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിന് 2 പാർട്ടായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം സ്ട്രക്ചറിനെ പറ്റി പഠിക്കാം, അതിനുശേഷം പോയിന്ററിനെ പറ്റി പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചേഴ്സിനെ പറ്റി. എന്താണ് സ്ട്രക്ചർ? സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കുന്നത് സ്ട്രക്ചറിനെ പറ്റിയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം +1 അറയെ പറ്റി പഠിച്ചു. എന്താണ് അറയെ പറ്റി പഠിച്ചു? എന്താണ് അറ എന്ന് പറയുന്നത്? അറേ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ് ദാറ്റ് ഹാവ് എ കോമൺ നെയിം. എന്തായിരുന്നു? അറേ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ്. അറേ എന്ന് പറഞ്ഞതാണ് സിമിലർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളുടെ കളക്ഷനാണ് ദാറ്റ് ഹാവ് എ കോമൺ നെയിം. എന്താണ്? അതിന് കോമൺ ആയിട്ടൊരു പേരും കാണും. എക്സാമ്പിൾ നോക്കി, നമുക്ക് എക്സാമ്പിൾ കാണാൻ പ്രീഡ് ഇൻഡ് A of 10 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു അറയാണ്. എന്താണ്? ഇൻഡ് A of 10 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഒരു അറയാണ്. ഇവിടെ ഇൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡാറ്റ ടൈപ്പാണ്. ഇൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ടൈപ്പാണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? A എന്ന് പറഞ്ഞാൽ അറയുടെ പേരാണ്. എന്താണ്? അറയുടെ പേരാണ്. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? The maximum number of elements. അറയ്ക്ക് ഇൻസർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന 10. അപ്പോൾ നമ്മൾ അറയെ പറ്റി പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്ട്രക്ചർ എന്നാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സ്ട്രക്ചർ എന്തെന്നാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. എന്താണ്? സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. സ്ട്രക്ചർ എന്ന എക്സാമ്പിൾ ആണ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബേസിക് ഡാറ്റ ടൈപ്പുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ബേസിക് ഡാറ്റ ടൈപ്പുകൾ എന്ന് പറയുന്നത്? ഇൻഡ്, ക്യാർ, ഫ്ലോട്ട്, ഡബ്, അതൊക്കെയാണ് എന്ത് പറയുന്നത്? ബേസിക് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ബേസിക് ഡാറ്റ ടൈപ്പുകളിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഡാറ്റ ടൈപ്പ് നമ്മൾ എന്ത് പറയുമായിരുന്നു? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമായിരുന്നു. എന്ത് പറയുമായിരുന്നു? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമായിരുന്നു. അതിന് എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? അറയും പോയിന്ററൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിരുന്നു? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആയിരുന്നു. മൂന്നാമത്തേതാണ് എന്താണ്? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. എന്താണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്? ഒരു യൂസർ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകളാണ് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നു. അപ്പൊ ഒരു വ്യക്തി ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അത് ആ ഒരു പ്രോഗ്രാമിന് മാത്രമേ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാൻ പറ്റൂ. മറ്റൊരു പ്രോഗ്രാമിന് ഉപയോഗിക്കാൻ പറ്റിയെന്നില്ല. അതാണ് യൂസർ ഡിഫൈൻഡ്. യൂസർ ഡിഫൈൻഡ് എന്ന ഡാറ്റ ടൈപ്പിന് എന്ന് പറയുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നു. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് അറ എന്ന്. എന്തായിരുന്നു അറ എന്ന്? അറ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ് ദാറ്റ് ഹാവ് എ കോമൺ നെയിം. അതായത് അറയ്ക്കകത്ത് വരുന്ന എല്ലാ ഡാറ്റ ടൈപ്പും എന്തായിരിക്കും? സിമിലർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളായിരിക്കും. എന്നാൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ആണ്. എന്താണ്? സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ആണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഡാറ്റ ടൈപ്പുള്ള കളക്ഷനാണ്. എന്താണ്? ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകളുടെ ഒരു കളക്ഷനാണ്. നോക്കിയേ, എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തതെന്ന് നോക്കാം. ഇതാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത്. എന്താണ്? സ്ട്രക്റ്റ് ആണ്. എന്താണ്? സ്ട്രക്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ്? സ്ട്രക്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സ്ട്രക്ചറിനെ എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ചെയ്യുന്നു ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സ്ട്രക്റ്റ് എന്ന് പറയുന്നത് കീവേഡ് ആണ്. സ്ട്രക്റ്റ് സ്പേസ് സ്ട്രക്ചർ നെയിം. അപ്പൊ ഇവിടെ എന്താണ്? സ്റ്റുഡന്റ് എന്ന സ്ട്രക്റ്റ് എന്ന് എഴുതിയിട്ട് സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്തു? സ്റ്റുഡന്റ് എന്ന് എഴുതി. അപ്പൊ ഈ ഇവിടുത്തെ സ്ട്രക്ചറിന്റെ നെയിം എന്താണ്? ഇവിടുത്തെ സ്ട്രക്ചറിന്റെ നെയിം എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ്. എന്താണ്? സ്ട്രക്ചറിന്റെ നെയിം എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ്. ദെൻ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇൻഡ് നമ്പർ എന്നോ. എന്താണ്? ഇൻഡ് എന്നോ. ഫ്ലോട്ട് എമൗണ്ട്. അടുത്ത രണ്ടാമത്തെ ഡയറക്റ്റ് എന്താണ്? ഫ്ലോട്ട് എമൗണ്ട്. മൂന്നാമത്തെ ക്യാർ നെയിം ഓഫ് 10. എന്താണ്? ക്യാർ നെയിം ഓഫ് 10. അപ്പൊ നോക്കിയേ, സ്ട്രക്റ്റ് അതായത് സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. നോക്കിയേ, സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് ഇന്റിജർ ടൈപ്പ് വന്നു, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വന്നു, ക്യാരക്ടർ ടൈപ്പ് വന്നു. 3 ടൈപ്പ് വന്നു. ഇന്റിജർ വന്നു, ഫ്ലോട്ടിംഗ് പോയിന്റ് വന്നു, ക്യാരക്ടർ വന്നു. അപ്പൊ എന്താണ്? സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുള്ള കളക്ഷൻ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നു. നേരത്തെ അറേ പഠിച്ചു. അറയ്ക്കകത്ത് എല്ലാം എന്താണ്? ഇന്റിജർ ആണെങ്കിൽ എല്ലാം ഇന്റിജർ ആയിരിക്കും. Array is a collection of similar data type. പക്ഷേ സ്ട്രക്ചർ ആയപ്പോൾ എന്തായി? സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ്
ഡിഫറന്റ് ഡേറ്റ ടൈപ്പ്. ഡിഫറന്റ് ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് കളക്ഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചറിന്റെ സിന്റാക്സ് നോക്കിയേ. സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് സ്ട്രക്ട് എഴുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രക്ചർ നെയിം എഴുതുന്നു. ഞാൻ ഇവിടെ എഴുതിയ സ്ട്രക്ചർ നെയിം സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്റ് എന്നോ നമ്പർ എഴുതി. അപ്പൊ നമ്പർ ഇന്റിജർ ടൈപ്പ് ആയിരിക്കും. ഫ്ലോട്ട് എമൗണ്ട് എന്ത് ടൈപ്പ് ആയിരിക്കും? ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിരിക്കും. ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് എന്താണ്? പോയിന്റ് വരുന്നത്, ഫ്രാക്ഷണൽ പാർട്ട് വരുന്നതായിരിക്കും എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്യാർ ഓഫ് നെയിം 10. നെയിം എന്ന് പറയുന്നൊരു അറേ. ഓക്കെ, നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു. പറഞ്ഞു അത് എന്ത് ടൈപ്പാണ്? ക്യാരക്ടർ ടൈപ്പാണ്. പിടികിട്ടിയല്ലോ. എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഇടുന്നു, സെമിക്കോളൻ കൊടുക്കുന്നു. ഇതാണ് ഒരു സ്ട്രക്ചറിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഇത്ര പഠിക്കാനുള്ളൂ. സ്ട്രക്ചറിന്റെ സിന്റാക്സ് സ്ട്രക്ട് ആണ് കീവേഡ്. അതിനകത്ത് എന്താണ്? ഡിഫറന്റ് ഡേറ്റ ടൈപ്പുള്ള കളക്ഷൻ ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് സ്ട്രക്ചറും അറേയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു അറേക്കകത്തേക്ക് എങ്ങനെ ഒരു വാല്യൂസ് ഇൻസർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഇന്റ് എ ഓഫ് 5 ഈസ് ഈക്വൽ ടു ഇതെന്താ? അറേ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം വേരിയബിൾ ഡിക്ലറേഷൻ പഠിച്ചു. പിന്നെ എന്താണ്? വേരിയബിൾ ഇനിഷ്യലൈസേഷൻ പഠിച്ചു. വാട്ട് ഈസ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ? ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ വേരിയബിളിന് ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. അതിനാണ് പറയുന്ന വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ ഇന്റ് എ ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അറയ്ക്കകത്ത് 5 എലമെന്റ് വരെ എന്ത് ചെയ്യാൻ പറ്റുന്നു? സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. ഇന്റ് എ ഓഫ് 5 എന്ന് പറഞ്ഞാൽ ആ അറയ്ക്കകത്തേക്ക് 5 വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, 10, 20, 30, 40, 50. അപ്പൊ എന്താണ്? 5 വാല്യൂസ് നമ്മൾ അറയ്ക്കകത്തേക്ക് സ്റ്റോർ ചെയ്തു. ഇനി എന്താണ് ഈ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യണം? എ ഓഫ് എന്താണ്? 0 ആണ്. എന്താണ്? ഇവിടെ എ ഓഫ് 0, 0th പൊസിഷനുള്ള വാല്യൂ. 0th പൊസിഷൻ, ഇത് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. അപ്പം എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 ആയിരിക്കും. എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 ആയിരിക്കും. എ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 30 ആയിരിക്കും. എ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും. എ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 50 ആയിരിക്കും. അപ്പൊ ഇതിനെ പറയുന്ന പേര് സബ്സ്ക്രിപ്റ്റ് എന്നാണ് പറയുന്നത്. എന്ത് പറയുന്നു? സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. അതായത് ഒരു അറയ്ക്കകത്തുള്ള എലമെന്റ് ആക്സസ് ചെയ്യുന്നത് എന്ത് വെച്ചാണ്? സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്ന ഒരു അറയിലെ എലമെന്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അറയ്ക്കകത്തുള്ള എലമെന്റ് എങ്ങനെ ആക്സസ് ചെയ്യുമെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു ഒരു സ്ട്രക്ചറിലെ എലമെന്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു സ്ട്രക്ചറിനകത്തുള്ള എലമെന്റ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു സ്ട്രക്ചർ വേരിയബിൾ വേണം. എന്ത് വേണം? ഒരു സ്ട്രക്ചർ വേരിയബിളും ഒരു ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്ട്രക്ചറിനകത്തുള്ള എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തത് നോക്കാം. നോക്കിയേ, നമ്മൾ ആദ്യം ഒരു സ്ട്രക്ചർ എഴുതിയാണ്. സ്ട്രക്ട് സ്റ്റുഡന്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇന്റ് റോൾ നമ്പർ, ക്യാർ നെയിം ഓഫ് 20, ഫ്ലോട്ട് എമൗണ്ട്. ഇതിന് എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ കൊടുത്തു. ഇത്തരത്തിലൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ എന്താണ് ചെയ്ത? സ്റ്റുഡന്റ് എന്ന് പറയുന്ന പേരിൽ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ സ്ട്രക്ചർ ഏതാണ്? സ്റ്റുഡന്റ് എന്നാണ് സ്ട്രക്ചറിന്റെ പേര്. എന്താണ്? സ്റ്റുഡന്റ് എന്നാണ് സ്ട്രക്ചറിന്റെ പേര്. അടുത്ത എഴുതിയത് സ്റ്റുഡന്റ് സ്പേസ് എ. എന്താണ്? സ്റ്റുഡന്റ് എഴുതിയിട്ട് ഒരു സ്പേസ് എഴുതി എ എന്ന് എഴുതി. ഈ എ പറയുന്ന പേരാണിത് സ്ട്രക്ചർ വേരിയബിൾ. ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ സ്ട്രക്ചർ നെയിം സ്പേസ് വേരിയബിൾ നെയിം എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ചർ നെയിം സ്ട്രക്ചർ എന്തായിരുന്നു? സ്റ്റുഡന്റ്. ആ സ്ട്രക്ചർ നെയിം എഴുതുക, സ്പേസ് ഇട്ടിട്ട് ഒരു വേരിയബിൾ എഴുതുക. അപ്പൊ ഈ എ ആണെന്ന് പറയുന്നത് സെമിക്കോളൻ കൊടുക്കുക. ഈ എ ആണെന്ന് പറയുന്നത് സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രക്ചറിനകത്തുള്ള ഓരോ വാല്യൂവിനെ ഒരു വേരിയബിളിനെ ആക്സസ് ചെയ്യുന്നത് നോക്കാം. നോക്കിയേ, അത് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു? സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടുത്തെ സ്ട്രക്ചർ വേരിയബിൾ എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ എ അടുത്ത ഡോട്ട് ഓവർ എ ഡോട്ട് റോൾ നമ്പർ ആണെങ്കിൽ റോൾ നമ്പർ. അപ്പൊ എന്ത് ചെയ്തു? റോൾ നമ്പറിനകത്തുള്ള വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നു. സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എന്താണ്? ഇത് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ആ വേരിയബിൾ പറഞ്ഞ പിടിയില്ലോ. അപ്പൊ അതിനകത്തുള്ള വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. എന്താണ് യൂസ് ചെയ്യുന്ന? ഡോട്ട് ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ പീരീഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പഠിക്കുന്നത്. എന്താണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ്? അതായത് ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ വരുന്നതിനാണ് എന്ത് പറയുന്ന നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വരുന്നത്. എന്താണ്? ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാം നോക്കി. ഈ പ്രോഗ്രാമിൽ എന്താണ്? സ്റ്റുഡന്റ് എന്ന സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്താണ് ഡേറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ്? സ്റ്റുഡന്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ വന്നിരിക്കുന്നത്. അപ്പൊ അതിനാണ് എന്ത് പറയുന്ന നെസ്റ്റഡ് സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ വരുന്നതിനാണ് എന്ത് പറയുന്ന നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയാലും അടുത്ത
അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് അറ എന്ന് പറയുന്നത്? അറ ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. എന്താണ് അറ എന്ന് പറഞ്ഞാൽ? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആണ്. സ്ട്രക്ചർ ആകുമ്പോൾ എന്താണ്? സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. സ്ട്രക്ചർ എന്താണ്? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? അറ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ് ആണ്. അറ എന്താണ്? അറ ഈസ് എ കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ് ആണ്. എന്നാൽ സ്ട്രക്ചർ ആകുമ്പോഴോ സ്ട്രക്ചർ ഈസ് ദ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പുകൾ എക്സാമ്പിൾ ആണെന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, സ്ട്രക്ചർ എന്തൊക്കെ വരാം? ഇന്റിജർ വരാം, ഫ്ലോട്ടിംഗ് പോയിന്റ് വരാം, ക്യാരക്ടർ വരാം. പക്ഷെ അറയാകുമ്പോഴോ അറയ്ക്കകത്തുള്ള എല്ലാ എലമെന്റും എന്തായിരിക്കും? ഒരേ ഡാറ്റ ടൈപ്പുകൾ ആയിരിക്കും. അടുത്തത് പറഞ്ഞാൽ എലമെന്റ്സ് ആർ ആക്സസ്ഡ് യൂസിങ് സബ്സ്ക്രിപ്റ്റ്. അറയ്ക്കകത്തുള്ള ഒരു എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും? കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. എന്താണ്? അറയ്ക്കകത്തുള്ള ഒരു എലമെന്റ് ആക്സസ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. എന്നാൽ സ്ട്രക്ചറിനകത്തുള്ള ഒരു എലമെന്റ് ആക്സസ് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും? ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. എന്താണ്? ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്ന എലമെന്റ് ആക്സസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് when an element of an array becomes another array then the multidimensional array is formed. ഒരു അറയ്ക്കകത്തുള്ള എലമെന്റ് മറ്റൊരു അറേ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനെ പറയുന്നത് മൾട്ടിഡൈമെൻഷണൽ അറേ ആണെന്ന് പറയുന്നത്. എന്ത് പറയുന്നു? അതായത് when an element of an array becomes another array it is then multidimensional array is formed. Okay, ഇനി സ്ട്രക്ചറിനകത്ത് നമ്മൾ എന്താണ്? when an element of a structure becomes another structure it is called എന്താണ്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്ത് പറയുന്നു? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നു. when an element of a structure becomes another structure then it is called nested structure. എന്താണ്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിലേക്ക് ഒരു സ്ട്രക്ചർ എന്താണ് ഒരു വാരിയബിളിനെ കൊടുക്കാനും ആ വാരിയബിൾ ആക്സസ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് പഠിക്കുന്നത്. സ്ട്രക്ചറിലേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യാനും അതിൽ ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാനുള്ള ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓപ്പറേഷനാണ് പഠിക്കുന്നത്. ഒരു പ്രോഗ്രാം നോക്കാം. ഹാഷിങ്ങിലൂടെ IO സ്ട്രീം. എന്താണ് IO സ്ട്രീം യൂസ് ചെയ്യുന്നത്? സി ഔട്ടും സി ഇന്നും വർക്ക് ചെയ്യാൻ വേണ്ടി. എന്താണ്? ഹാഷിങ്ങിലൂടെ CSTDIO. ഇതാണ് CSTDIO യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഗെറ്റ്സും പുട്ട്സും എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? CSTDIO എന്ന ഫയൽ യൂസ് ചെയ്തു. യൂസിങ് നെയിം സ്പേസ് STD ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രക്ട് സ്റ്റുഡന്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇന്റ് റോൾ നമ്പർ. എന്ത് ടൈപ്പാണ്? ഇന്റിജർ ടൈപ്പാണ്. അടുത്ത ക്യാപ് നെയിം ഓഫ് 20 അതെന്ത് ടൈപ്പായി? ക്യാരക്ടർ ടൈപ്പായി. അടുത്ത ഫ്ലോട്ട് മാർക്സ് എന്ത് ടൈപ്പായി? ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പായി. ക്ലോസ് ചെയ്യുന്നു, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ കൊടുക്കുന്നു. അപ്പോൾ എന്താണ്? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് എന്തൊക്കെയുണ്ട്? ഇന്റിജർ ടൈപ്പും ക്യാരക്ടർ ടൈപ്പും ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പും ആയിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് മെയിൻ പ്രോഗ്രാമിലേക്ക് വരാം. ഇന്റ് മെയിൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റുഡന്റ് എസ്. വാട്ട് ഈസ് സ്റ്റുഡന്റ്? ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചറിന്റെ പേരാണ്. അപ്പൊ സ്ട്രക്ചർ നെയിം സ്പേസ് വേരിയബിൾ നെയിം സ്റ്റുഡന്റ് സ്പേസ് എസ്. അപ്പൊ എന്തായി? സ്ട്രക്ചർ വേരിയബിൾ ആയി. എന്തായി? സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ചർ വേരിയബിളും ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിലെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, ആദ്യം ഞാൻ ചെയ്തത് സി ഇൻ. എന്താണ്? സി ഇൻ എസ് ഡോട്ട് റോൾ നമ്പർ. സി ഇൻ എസ് ഡോട്ട് റോൾ നമ്പർ. റോൾ നമ്പറിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂവിനെ എടുത്ത് വെച്ചു. എന്ത് ചെയ്തു? റോൾ നമ്പറിലേക്ക് ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്തു. അതാണ് എസ് ഡോട്ട് റോൾ നമ്പർ. അടുത്താണ് ഗെറ്റ്സ് ബ്രാക്കറ്റ് എന്ത് ചെയ്തു? എസ് ഡോട്ട് നെയിം. ഗെറ്റ്സ് എസ് ഡോട്ട് നെയിം. ഇതിപ്പോ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യണം. ഗെറ്റ്സ് അല്ലെങ്കിൽ ഒരു വാല്യൂവിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യണേ. ഗെറ്റ്സ് എസ് ഡോട്ട് നെയിം. എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ സി ഇൻ കൊടുക്കാതെ ഗെറ്റ്സ് യൂസ് ചെയ്തത്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. സി ഇൻ യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്ന സമയത്ത് വൈറ്റ് സ്പേസ് വന്നാൽ അത് റീഡ് ചെയ്യില്ല. സപ്പോസ് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന പേര് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സി ഇൻ ഉപയോഗിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സച്ചിൻ കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്ന ടെണ്ടുൽക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണോ വൈറ്റ് സ്പേസ് വരുന്നത് അവിടെ വെച്ച് നിൽക്കും. അപ്പോൾ സച്ചിൻ മാത്രമേ സേവ് ആവൂ. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഗെറ്റ്സ് എസ് ഡോട്ട് നെയിം. അടുത്താണ് സി ഇൻ എസ് ഡോട്ട് മാർക്സ്. എന്താണ്? സി ഇൻ എസ് ഡോട്ട് മാർക്സ്. അപ്പോൾ മാർക്കിലേക്കും ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പം എന്തൊക്കെയാണ്? റോൾ നമ്പറിലേക്കും നെയിമിലേക്കും മാർക്സിലേക്കും വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റോർ ചെയ്തു, സി ഇൻ വെച്ച് സ്റ്റോർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിനെ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? സി ഔട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ സി ഇൻ ചെയ്തതിനകത്ത് സി ഔട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? സി ഔട്ട് എസ് ഡോട്ട് റോൾ നമ്പർ. റോൾ നമ്പർ എന്തായി? പ്രിന്റ് ആയി. അടുത്താണ് പുട്സ്. ഗെറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പുട്സ് വെച്ച് എന്ത് ചെയ്യുന്നു? പ്രിന്റ് ചെയ്യുന്നു. പുട്സ് എസ് ഡോട്ട് നെയിം. എന്താണ്? പുട്സ് എസ് ഡോട്ട് നെയിം. അല്ല, സി ഔട്ട് എസ് ഡോട്ട് മാർക്സ്. അപ്പൊ മാർക്കും എന്തായി? പ്രിന്റ് ആയി. അപ്പം ഇത്രയാണ് നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ആക്സസ് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ,
അപ്പോൾ ഈ സ്ട്രക്ചർ ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ് സ്ട്രക്ചർ, സ്ട്രക്ചറിന്റെ സിന്റക്സ്, പിന്നെന്താണ് ഒരു സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിച്ചു, സ്ട്രക്ചറിലെ എലമെന്റ്സിനെ എങ്ങനെ ആക്സസ് ചെയ്യുന്നത് പഠിച്ചു, ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യുന്ന വിധം പഠിച്ചു, അതിന്റെ പ്രോഗ്രാം പഠിച്ചു, നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പഠിച്ചു. മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അതോടൊപ്പം എന്താണ് സ്ട്രക്ചറും അറേയും തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പോയിന്ററിനെ പറ്റി പഠിക്കുന്നതായിരിക്കും. താങ്ക് യു.